ഹായ് ജിയോസ്, എല്ലാവർക്കും എജ്യുമേറ്റിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കുന്നത് 4ാം ക്ലാസ്സിലെ മക്കളുടെ സെക്കൻഡ് ടേം മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ ആണ് കേട്ടോ. ഗണിതമാണ് എടുക്കുന്നത്. മലയാളം മീഡിയം കൂട്ടുകാരെല്ലാം വന്നോളൂ. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. മക്കൾക്ക് 4ാം ക്ലാസ്സിലെ മറ്റു ക്ലാസ്സുകൾ ആവശ്യമാണെങ്കിൽ STD4 ന്യൂ ടെക്സ്റ്റ് ബുക്ക് എന്ന പ്ലേലിസ്റ്റ് അവൈലബിൾ ആണ്. അതുപോലെ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ആവശ്യമെങ്കിൽ STD4 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്ന പ്ലേലിസ്റ്റ് അവൈലബിൾ ആണ് കേട്ടോ. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. പ്രവർത്തനം 1, കലോത്സവം. ചന്ദ്രഗിരി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായി 3 ദിവസം പങ്കെടുത്ത കുട്ടികളുടെ എണ്ണം ചുവടെ നൽകിയിരിക്കുന്നു. വിഭാഗം: LP എണ്ണം 2318, UP എണ്ണം 1980, ഹൈസ്കൂളും ഹയർ സെക്കൻഡറിയും എണ്ണം 2050. അത്രയും കുട്ടികളാണ് കലോത്സവത്തിൽ പങ്കെടുത്തിട്ടുള്ളത്. ഇനി അതിന് താഴെയുള്ള ക്വസ്റ്റ്യൻസ് നോക്കൂ. ക്വസ്റ്റ്യൻ നോക്കൂ. UP വിഭാഗത്തേക്കാൾ എത്ര കുട്ടികൾ കൂടുതലായി LP വിഭാഗത്തിൽ പങ്കെടുത്തു എന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ. ഇപ്പൊ UP വിഭാഗത്തിൽ എത്ര കുട്ടികൾ ഉണ്ടായിരുന്നു? 1980 കുട്ടികൾ. LP വിഭാഗത്തിലോ 2318 കുട്ടികൾ. ഇപ്പൊ എങ്ങനെയാ ചെയ്യാ? 2318 നിന്ന് 1980 കുറച്ചാൽ മതി. ആൻസർ നമുക്ക് 338 എന്ന് കിട്ടൂട്ടോ. ഇനി ബി ക്വസ്റ്റ്യൻ നോക്കൂ. കലോത്സവത്തിൽ പങ്കെടുത്ത ആകെ കുട്ടികളുടെ എണ്ണം എത്ര? നമ്മൾ എന്ത് ചെയ്യണം? ആകെ കുട്ടികളാണ് ചോദിച്ചിട്ടുള്ളത്. LP പ്ലസ് UP പ്ലസ് ഹൈസ്കൂൾ പ്ലസ് ഹയർ സെക്കൻഡറി, എല്ലാ വിഭാഗത്തിലെ കുട്ടികളെയും കൂടി പ്ലസ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും കേട്ടോ. ചെയ്ത് നോക്കാലോ. 2318 പ്ലസ് 1980 പ്ലസ് 2050, മൂന്നും കൂടി കൂട്ടിയാൽ നമുക്ക് 6348 എന്ന് കിട്ടും കേട്ടോ. ആകെ 6348 കുട്ടികളാണ് പങ്കെടുത്തിട്ടുള്ളത്. ഈ ക്വസ്റ്റ്യൻ നോക്കൂ. ഹരിത പെരുമാറ്റച്ചട്ടം പാലിക്കുന്നതിനായി ഭക്ഷണപുരയിലേക്ക് 2250 സ്റ്റീൽ ഗ്ലാസുകൾ കൊണ്ടുവന്നു. ഒരു ഗ്ലാസിന് 3 ദിവസത്തേക്ക് 3 രൂപയാണ് വാടക. ആകെ എത്ര വാടക നൽകി എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അല്ലേ. എത്ര സ്റ്റീൽ ഗ്ലാസ് ഉണ്ട്? 2250 സ്റ്റീൽ ഗ്ലാസ് ആണല്ലേ. ആകെ 3 ദിവസത്തേക്കാണ് കൊണ്ടുവന്നിട്ടുള്ളത്. 3 രൂപയാണ് ഒരു ഗ്ലാസ്സിന്. എങ്ങനെ കണ്ടുപിടിക്കും? ആകെ വാടക സമം 2250 ഗുണിക്കണം 3. അത് ചെയ്താൽ നമുക്ക് ആകെ വാടക കിട്ടും. എത്ര രൂപയായിരിക്കും? 6750 രൂപയായിരിക്കും കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. സ്കൂൾ ഗണിതശാസ്ത്രമേളയിൽ പ്രദർശിപ്പിക്കാൻ അനു നമ്പർ ചാർട്ട് തയ്യാറാക്കുകയാണ്. വിട്ടുപോയത് പൂർത്തിയാക്കുക. നമുക്കിവിടെ എന്താണ്? ഒരു പാറ്റേൺ ആണ് തന്നിട്ടുള്ളത് അല്ലെ. ഫസ്റ്റ് നോക്ക്. എത്രയാണ്? 3225, 4325, 5425 അല്ലെ. അപ്പൊ എത്ര സംഖ്യയാണ് കൂടിക്കൂടി വരുന്നത് എങ്ങനെ കണ്ടുപിടിക്കുക? 5425 നിന്ന് 4325 കുറച്ചാൽ അറിയാം. അല്ലെങ്കിൽ 4325 നിന്ന് 3225 കുറച്ചാലും മതി കേട്ടോ. എത്രയാണ് കൂടുന്നത്? 1100 ആണ്. നെക്സ്റ്റ് സംഖ്യ എങ്ങനെ കണ്ടുപിടിക്കാം? 5425ലേക്ക് 1100 കൂട്ടിയാൽ മതി. നമുക്ക് 6525 എന്ന് കിട്ടും. നെക്സ്റ്റ് 6525ലേക്ക് 1100 കൂട്ടുക. അപ്പൊ നമുക്ക് 7625 എന്ന നമ്പറും കിട്ടും. ഇനി രണ്ടാമത് നോക്കൂ. 1300, 2600, 3900. ഇവിടെ എത്രയാണ് കൂടി വരുന്നത് എങ്ങനെ കണ്ടുപിടിക്കാം? 2600 നിന്ന് 1300 മൈനസ് ചെയ്താൽ മതി. അപ്പൊ എത്രയാണ് നമുക്ക് കിട്ടുന്നത്? 1300 ആണ് കിട്ടുന്നത്. ഇനി എന്താണ്? 3900ലേക്ക് ഈ 1300 പ്ലസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. എത്ര കിട്ടും പ്ലസ് ചെയ്താല്? നോക്കൂ. 3900ലേക്ക് 1300 കൂട്ടിയാൽ 5200 ആണ് കിട്ടുന്നത്. ഇനി അടുത്ത സംഖ്യ എങ്ങനെ കണ്ടുപിടിക്കാം? 5200ലേക്ക് 1300 വീണ്ടും കൂട്ടിയാൽ മതി. അപ്പൊ നമുക്ക് എത്ര കിട്ടും? യെസ്, 6500 എന്ന് കിട്ടും അല്ലേ. ഇനി അടുത്തത് നോക്കൂ. 5555, 5666, 5777. അപ്പൊ ഇവിടെ എത്ര വീതമാണ് കൂടുന്നത് മക്കളെ? എങ്ങനെ കണ്ടുപിടിക്കും? 5666 നിന്ന് 5555 കുറച്ചാൽ മതി. അപ്പൊ എത്രയാണ് കിട്ടുന്നത്? അതെ, 111 ആണ് കിട്ടുന്നത് കേട്ടോ. ഇനി എന്ത് ചെയ്യാം? 5777ലേക്ക് ഈ 111 പ്ലസ് ചെയ്താൽ മതി. എത്ര കിട്ടും? 5888 എന്ന് കിട്ടും. ഇനി 5888ലേക്ക് ഈ 111 വീണ്ടും പ്ലസ് ചെയ്യാം. അപ്പൊ എത്ര കിട്ടും? 5999 എന്ന് കിട്ടും കേട്ടോ.
ഇനി ബി ക്വസ്റ്റ്യൻ നോക്കൂ. സ്കൂൾ ഗണിതശാസ്ത്രമേളയിൽ അവതരിപ്പിച്ച ചിത്ര പാറ്റേൺ തന്നിരിക്കുന്നു. അടുത്ത ചിത്രം വരച്ചു ചേർക്കുക എന്നാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. നോക്കൂ, ടീച്ചർ അവിടെ വരച്ചു ചേർത്തിട്ടുണ്ട്. മക്കൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. പ്രവർത്തനം 3, വൈദ്യുതി ഉപയോഗം. നിലവൂർ UP സ്കൂളിലെ കുട്ടികൾ ശാസ്ത്ര പ്രൊജക്ടിന്റെ ഭാഗമായി പ്രദേശത്തെ വീടുകൾ സന്ദർശിച്ചു. ജൂൺ ഓഗസ്റ്റ് മാസങ്ങളിലെ വൈദ്യുതി മീറ്റർ റീഡിംഗ് ശേഖരിച്ചു. പട്ടിക ചുവടെ കൊടുക്കുന്നു. പട്ടിക പൂർത്തിയാക്കുക. നമുക്ക് അവിടെ ഒരു പട്ടിക തന്നിട്ടുണ്ട് അല്ലേ. ഒന്നാമത്തെ ബോക്സ് നോക്കൂ. ഗൃഹനാഥന്റെ അല്ലെങ്കിൽ ഗൃഹനാഥയുടെ പേര്, മീറ്റർ റീഡിംഗ്, ജൂൺ ഓഗസ്റ്റ് മാസത്തെ മീറ്റർ റീഡിംഗ് ആണ് തന്നിട്ടുള്ളത്. ആകെ ഉപയോഗിച്ച വൈദ്യുതി യൂണിറ്റ്. അവിനാഷ് 1084, 1232, ആകെ ഉപയോഗിച്ചത് 148. ജയശ്രീ 1135, 1310, ആകെ ഉപയോഗിച്ചത് 175. രഹന 1184, 1352 തന്നിട്ടുള്ളത്. പക്ഷെ ആകെ ഉപയോഗിച്ചത് നമുക്ക് തന്നിട്ടില്ല. അപ്പൊ എങ്ങനെയാണ് ചെയ്യുക? ഓഗസ്റ്റ് മാസത്തേതിൽ നിന്ന് ജൂൺ മാസത്തേത് മൈനസ് ചെയ്താൽ മതി. 1352 മൈനസ് 1184 നമുക്ക് എത്ര കിട്ടും? 168 എന്ന് കിട്ടും കേട്ടോ. നെക്സ്റ്റ് നോക്ക്. മേരി 1121 ജൂൺ മാസത്തേത് റീഡിങ്. ഓഗസ്റ്റ് മാസത്തിലേത് 1379. ഇതുപോലെ തന്നെ ചെയ്യാം. ഓഗസ്റ്റ് മാസത്തിൽ നിന്ന് ജൂൺ മാസത്തേതിൽ നിന്ന് മൈനസ് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 158 എന്ന് കിട്ടും. ഷാജി 1199, 1327, 128 നമുക്ക് തന്നിട്ടുണ്ടല്ലേ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. അതിലെ ബി ക്വസ്റ്റ്യൻ. ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉപയോഗം ആരുടെ വീട്ടിലാണ്? ആരുടെ വീട്ടിലായിരുന്നു? രഹനയുടെ വീട്ടിലായിരുന്നു അല്ലേ. രഹന അവിടെ എഴുതാ. എത്രയായിരുന്നു മക്കളെ? 168. നെക്സ്റ്റ് സി ക്വസ്റ്റ്യൻ നോക്കൂ. ഒരു യൂണിറ്റ് വൈദ്യുതിക്ക് 6 രൂപയാണ്. ഷാജിയുടെ വീട്ടിൽ വൈദ്യുതിക്ക് വേണ്ടി എത്ര രൂപ ചെലവായി എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഒരു യൂണിറ്റിന് 6 രൂപയാണ്. ഷാജിയുടെ വീട്ടിൽ 128 യൂണിറ്റ് ആണ് ചിലവായിട്ടുള്ളത്. അപ്പൊ എന്താ ചെയ്യുക? 128നെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, ഗുണിച്ചാൽ മതി കേട്ടോ. നമുക്ക് എത്ര കിട്ടും? 768 രൂപ ചിലവായിട്ടുണ്ടാവും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ മക്കളെ. പ്രവർത്തനം 4, പിറന്നാൾ കലണ്ടർ. 2023 ഒക്ടോബർ മാസത്തിലെ കലണ്ടറിലെ കളങ്ങളാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. എ, കലണ്ടറിലെ ഒഴിഞ്ഞ കളങ്ങൾ പൂർത്തിയാക്കുക എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അല്ലേ. നമുക്ക് ആകെ അവിടെ 26 മാത്രമേ തന്നിട്ടുള്ളൂ. ബാക്കി എല്ലാ നമ്പേഴ്സും നമ്മൾ ഫില്ല് ചെയ്യണം കേട്ടോ. നമ്മുടെ ക്വസ്റ്റ്യനിലൊരു തിരുത്തുണ്ട്. എന്താന്ന് വെച്ചാൽ നമ്മൾ 26-ാം തീയതി ഏത് ദിവസം തന്നിട്ടില്ല. 26-ാം തീയതി വ്യാഴാഴ്ചയാണ് കേട്ടോ. ഇനി നമുക്ക് കണ്ടുപിടിക്കാലോ. 27 എന്നായിരിക്കും 26 കഴിഞ്ഞതിന് ശേഷം. അതിനു മുമ്പുള്ളത് 25 എന്നായിരിക്കും കേട്ടോ. ബാക്കി നമ്മൾ ഓരോ ദിവസങ്ങൾ വെച്ച് എഴുതുമ്പോൾ 25ന്റെ മുകളിലേക്ക് 18, 11 എന്ന് കിട്ടും. 26ന്റെ മുകളിലേക്കുള്ള 2 എണ്ണം 19, 12 എന്ന് കിട്ടും. പിന്നെ 27ന്റെ മുകളിലേക്കുള്ളതിന് 20, അതുപോലെ 13 എന്ന് കിട്ടും കേട്ടോ. മകൾക്ക് ഒന്നുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവാൻ വേണ്ടി ഞാനിവിടെ ഒക്ടോബർ മാസത്തെ കലണ്ടറിന്റെ പിക്ചർ തന്നിട്ടുണ്ട്. അവിടെ ബ്ലൂ ബോക്സിൽ രേഖപ്പെടുത്തിയതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഓക്കെ, ഇനി നോക്കൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഒക്ടോബർ 2 തിങ്കളാഴ്ചയാണ്. ഇന്ദുവിന്റെ പിറന്നാൾ 25/10/2023 ആയിരുന്നു. അന്ന് ഏതു ദിവസമാണ് എന്നാണ് ചോദിച്ചത്. നോക്കൂ, ടീച്ചർ ഇവിടെ ഒരു കലണ്ടർ തന്നിട്ടുണ്ട്. ഒക്ടോബർ മാസത്തെ കലണ്ടറാണ്. ഒക്ടോബർ 25 ഏത് ദിവസം? ബുധനാഴ്ചയാണ്. മക്കൾ എന്ത് ചെയ്യണം? ഒക്ടോബർ 2 തിങ്കളാഴ്ചയാണ്. അപ്പൊ 1-ാം തീയതി ഞായറാഴ്ച ആയിരിക്കും അല്ലേ. അപ്പൊ ചെറിയൊരു കലണ്ടർ വരച്ച് 25 വരെ നമ്മൾ എഴുതിയാൽ നമുക്ക് എത്ര കിട്ടും? 25 ബുധനാഴ്ചയാണ് എന്ന് കിട്ടും കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. 2023 നവംബർ മാസത്തെ 2-ാം ശനിയാഴ്ചയാണ് റാഫിയുടെ പിറന്നാൾ. അന്ന് ഏത് തീയതിയാണ്? നമ്മൾ മുമ്പ് എന്താ ചെയ്തു? ഒക്ടോബർ മാസം വരച്ചിട്ടുണ്ട് അല്ലേ. നമുക്ക് ഒക്ടോബർ 31 ഏത് ദിവസം എന്നറിയാം അല്ലെ. നമ്മൾ കലണ്ടർ വരച്ചപ്പോൾ ചൊവ്വാഴ്ചയാണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ നവംബർ 1-ാം തീയതി അടുത്ത ദിവസമായിരിക്കും, ബുധനാഴ്ചയായിരിക്കും. ഓക്കെ, ബുധൻ, വ്യാഴം, വെള്ളി അങ്ങനെ നമ്മൾ കലണ്ടർ വരച്ചാല് 2-ാം ശനി അഥവാ ശനിയാഴ്ച ഏത് ദിവസമായിരിക്കും? 11-ാം തീയതി ആയിരിക്കും എന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, മക്കൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ടീച്ചർ അവിടെ കലണ്ടറിന്റെ ഫോട്ടോ തന്നിട്ടുണ്ട്. നോക്കൂ, അതിൽ 11-ാം തീയതിയാണ് 2-ാം ശനി. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. മക്കൾക്ക് എല്ലാവർക്കും ക്വസ്റ്റ്യൻസ് ആളും അതിന് ആൻസേഴ്സ് ആളും ഒക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്.
വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. 4ാം ക്ലാസ്സിലെ മറ്റു വീഡിയോകൾ നമ്മുടെ STD4 ന്യൂ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് വേണ്ടതെങ്കിൽ STD4 ക്വസ്റ്റ്യൻ പേപ്പർ എന്ന പ്ലേലിസ്റ്റിലും അവൈലബിൾ ആണ് കേട്ടോ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്